لكن لنا فيه ظن لا ഡോക്ടർ പറഞ്ഞ വിഷയം നമ്മൾ ശ്രദ്ധിച്ചു കേട്ടു, ഏകദേശം ക്ലിയറായി. ഖുർആനും ആധുനിക ശാസ്ത്രത്തിന്റെ ഏറ്റവും പുതിയ പഠനങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഇനി ഈ വിഷയത്തിൽ അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. അപ്പോൾ ആ സമയം അതിനുവേണ്ടി മാറ്റിവെക്കുകയാണ് സമയം. മൈക്ക് ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പേരും സ്ഥലവും പറഞ്ഞുകൊണ്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പം നമ്മൾ സംസാരിച്ചിട്ടുള്ളത് മനുഷ്യന്റെ ആദ്യത്തെ സ്റ്റേജ് മാത്രമാണ് കേട്ടോ. പക്ഷെ ഇതിനകത്ത് വേറെ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇത്ര കുറഞ്ഞ സമയം ആയതുകൊണ്ടാണ് അത്രയും കാര്യങ്ങൾ മാത്രം പറഞ്ഞത്. അതിനുശേഷം മനുഷ്യന്റെ ഡെവലപ്മെന്റ്, ഓർഗനോജനസിസ്, ക്ലീവേജ്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരുപാട് സമയം എടുത്ത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷെ നമുക്ക് ഖുർആന്റെ ആധികാരികത പറയുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു എന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാമെന്നാണ് എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ പറയാൻ ശ്രമിക്കാം. ഇൻഷാ അല്ലാ. ഞാൻ സംശയങ്ങൾ ജുബേരിയ. ചോദിക്കാനുള്ള സമയം. ഓക്കെ. ഇപ്പൊ ഈ വോയിസ് ഇങ്ങനെ കട്ടായിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് മൂപ്പര് സെൽഫ് ഇൻട്രോഡക്ഷൻ നടത്തിയതിനു ശേഷം പറഞ്ഞു കൂടെ പഠിക്കുന്നവരെന്തോ പറഞ്ഞിക്ക് പിന്നെ അള്ളാഹു ഇല്ല എന്നുള്ളത്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, ഒന്ന് കറക്റ്റ് ചെയ്തായിരുന്നു. അത് നമ്മളിപ്പം സയന്റിഫിക് ആയിട്ട് ചിന്തിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ, ഇപ്പം രോഗം വന്നാല് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹുമ്മ ഇഷ്ഫി അൻത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാ ലാ യുഗാദിറു സഖമ. അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മളെ വിശ്വാസം എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കും, എന്നിട്ട് നമുക്ക് അതിന് ഉത്തരം നൽകും, നമ്മുടെ അസുഖം മാറും. ഇത് നമ്മളെ വിശ്വാസമാണ്. പക്ഷെ അതേ സമയത്ത് ഇവർ പറയുന്നത് വെച്ചാൽ ഒരു മരുന്ന് കഴിച്ചാൽ മാറുന്ന പ്രശ്നമേ ഉള്ളൂ. ആ മരുന്നിന്റെ മോളിക്കുലാർ ലെവലിലൊക്കെയാണ് അവർ സംസാരിക്കാറ്. അപ്പം ആ മരുന്ന് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസുഖം മാറും, അല്ലാണ്ട് പ്രാർത്ഥനയ്ക്കൊന്നും യാതൊരു എഫക്റ്റും ഇല്ല എന്നുള്ള വിഷയങ്ങളൊക്കെ. അപ്പൊ അതെങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്? ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഒരു സയന്റിഫിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഖുർആനും കൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഇത്രയും കാര്യങ്ങൾ ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് ആ സയൻസും കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഖുർആൻ കൃത്യമായിട്ട് പഠിക്കുക, അതാണ് ഇതിന്റെ ഉദ്ദേശം. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇത് മനുഷ്യന്റെ ആ സൃഷ്ടിപ്പിനെ കുറിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവിടെയും പറഞ്ഞു. സൂറത്തുൽ ഹജ്ജിന്റെ ആദ്യ ഭാഗത്തും ഈ വിഷയം വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജിന്റെ ഭാഗത്തുണ്ട്. അതെ. പക്ഷെ ഇവിടെ രണ്ട് സ്ഥലത്തുമുള്ള ഒരേ രൂപത്തിൽ വന്ന ഒരു കാര്യം കൂടെ ഡോക്ടർ ചർച്ച ചെയ്താൽ നന്നാവുമായിരുന്നു എന്നായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത്. ആയത്തൊന്ന് പറയാം. എന്നുവെച്ചാല് ഇത് ഈ സൂറത്തുൽ മുഅ്മിനൂന്റെയും ഹജ്ജും ഈ മനുഷ്യന്റെ ഗർഭപാത്രത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പടച്ച റബ്ബ് അവിടെ ഊന്നി പറയുന്നത് ഈ സൃഷ്ടിപ്പിനെ കുറിച്ചല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ല പറയുന്നത് സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ എന്ന് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂ എന്ന്. പുനരുദ്ധാരണ സൂറത്തുൽ മുഅ്മിനൂന്റെ ആ പുനരുദ്ധാരണ നാളില് ആ പുനരുദ്ധാരണ നാളിനെ കുറിച്ചാണ് എല്ലാവർക്കും സംശയമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഖുർആനിനെ അംഗീകരിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളത്. അത് അംഗീകരിക്കുന്നില്ല. അന്ത്യദിന നാളെ ഒരു പുനർജന്മം ഉണ്ടാകും എന്നുള്ളതിനെ അംഗീകരിക്കുന്നില്ല. അപ്പോ അള്ളാഹു ശരിക്കും ഇതിനോട് ചോദിക്കുന്നത് ഇങ്ങനെയല്ലേ ഡോക്ടറെ, ഇങ്ങനെയൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ ഗർഭപാത്രത്തിന്റെ അകത്തുള്ള വസ്തുതകൾ അള്ളാഹ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയത് ശാസ്ത്രീയ തെളിവുകൾ കൊണ്ട് മാത്രമാണ്. അങ്ങനെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതും കൂടെ വിശ്വസിച്ചൂടെ? ഏത് യോമൽ ഖിയാമത്തി തുബഅസൂൻ എന്നുള്ളത് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ലേ അള്ളാഹു അത് പറഞ്ഞത്? അതുപോലെ തന്നെ സൂറത്ത് ഹജ്ജിലും പറഞ്ഞതും ആ വിഷയം കഴിഞ്ഞത് പിന്നെ തന്നെയല്ലേ? അതെ അതെ, സൂറത്തുൽ ഹജ്ജിൽ ഒരു 5-ാമത്തെ ആയത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം അള്ളാഹു സമർത്ഥിക്കുന്നത് ഒരു പുനർജന്മത്തെ കുറിച്ചും അതിൽ വിശ്വസിക്കാൻ കുറിച്ച് പറഞ്ഞിട്ടല്ലേ? അപ്പൊ അതും കൂടെ അതുകൊണ്ട് ആഡ് ചെയ്യാമായിരുന്നില്ലേ എന്നായിരുന്നു എന്റെ സംശയം. അതെ, അതാണല്ലോ അതിന്റെ ഉദ്ദേശം. ഈ ആയത്ത് പിന്നെ എന്തിനാണ് വിശദീകരിക്കുന്നത് വെച്ചാൽ ഇത്രത്തോളം ഒരു മനുഷ്യനെ സൃഷ്ടിക്കാനും ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിക്കാൻ പറ്റുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മനുഷ്യനെ മരിപ്പിക്കാനും പുനർജീവിപ്പിക്കാനും ഒക്കെ കഴിവുണ്ട്. അതുകൊണ്ടാണ് ആ വിശ്വാസം ഉറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ആയത്തിന്റെ മറ്റൊരു ഉദ്ദേശം. അപ്പൊ അതും കൂടെ അതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞത്. അല്ലാഹു ഖൈറാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു നമ്മുടെ ഗൾഫിലുള്ള അൻവർ സാറ്
നമ്മളെ കൂടെ എപ്പോഴും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തുടക്കം മുതലേ ഇതിൻ്റെ ഒരു ഗവേഷകനായിട്ടുള്ള അൻവർ സാറാണ് അടുത്തതായിട്ട് റേസ് ചെയ്തിട്ടുള്ളത് ഹാൻഡ്. അൻവർ സാർ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഇസ്ലാം ഉണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സൗദിയിലാണുള്ളത്. അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അതും കൂടെ അറിയിക്കണം. മാഷാ അല്ലാ. ഡോക്ടർ അവതരിപ്പിച്ച വിഷയം വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു ഫോർ ദാറ്റ്. ചോദിക്കാൻ ഉദ്ദേശിച്ച പോയിന്റ്, ഇതിന്റെ ആ ഒരു ജൈവശാസ്ത്രപരമായ വികസനം, എംബ്രിയോ, ആ ഒരു സ്റ്റേജുകളെല്ലാം വ്യക്തമാക്കി. ഇപ്പോൾ ശാസ്ത്രത്തിന് പ്രത്യേകിച്ച് അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആ ജീവൻ എന്ന് പറയുന്ന പ്രതിഭാസം ആ എംബ്രിയോയ്ക്ക് എങ്ങനെ കിട്ടുന്നു എന്നതിനെ പറ്റി. ഒരു കാഴ്ചപ്പാട് ശാസ്ത്രം ഇതിനെ സമീപിക്കുന്നത്, അതിലൊരു ചെറിയ ഇൻസൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. അത് ഇതുവരെ ശാസ്ത്രത്തിന് അത് കൃത്യമായിട്ട് എന്താണ് ജീവൻ എന്ന് പോലും ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് അതിന്റെ ഒരു പ്രശ്നം. അതിനെ റൂഹിനെ കുറിച്ച് നബിയെ താങ്കളോട് ചോദിക്കും, അപ്പൊ പറയാ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അള്ളാഹുവിന്റെ അടുത്താണ് എന്നാണ് അതിനെ ഖുർആൻ പറഞ്ഞത്. അപ്പം അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അള്ളാഹു താല നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ല. അത് ഇതുവരെ സയൻസിനും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അത് തന്നെയാണ് അതിന്റെ മഹത്വം. അത് കണ്ടെത്താൻ സാധിക്കുന്നിടത്ത് ആണ് ഒരു പ്രശ്നം വരിക. അപ്പൊ അതൊരിക്കലും അങ്ങനെ കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് അള്ളാഹു താലന്റെ അറിവിൽപ്പെട്ടതാണ്. അതെങ്ങനെയാണ് അള്ളാഹു താല മനുഷ്യന്റെ ശരീരത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്നത്, എന്താണത്, എന്താണ് റൂഹ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഡെഫിനിഷൻ ഇന്നും സയൻസിന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. വളരെ പ്രസക്തമായ ചോദ്യമായിരുന്നു. ഹലോ ഹലോ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3 അറകളെ പറ്റി വിശദീകരിച്ചല്ലോ. അതെ. അതിനുശേഷം ഡോക്ടർ ഒരു ചിത്രം കാണിച്ച് വിശദീകരിച്ചല്ലോ. അതൊന്നുകൂടി കാണിച്ചാൽ ഉപകാരമായിരുന്നു. അത് വ്യക്തമായിട്ടില്ല. അത് ചിലപ്പം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവം, അതുകൊണ്ടാണ് ആ പിക്ചർ മാത്രം ഞാൻ കാണിച്ചത്. അത് ആംനിയോൺ, കൊറിയോൺ, അലൻഡോയ്സ് എന്ന് പറയുന്ന 3 അറകളുണ്ട്. അതിൽ കൊറിയോൺ എന്ന് പറയുന്ന സംഭവമാണ് അവസാനം കൊറിയോണിക് വില്ലസ് ആയിട്ട് മാറുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രക്തം ഊറ്റി കുടിക്കുന്നത്. അത് അങ്ങനെയുള്ളൊരു 3 അറകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഖുർആൻ പറയുന്നത്. അപ്പം ഇതിൽ ഓരോ ഭാഗവും മനുഷ്യന്റെ ആദ്യത്തെ സ്റ്റേജ് വിശദീകരിക്കുന്നത്. ഇപ്പം ചിലത് അംബിലിക്കൽ കോഡായിട്ട് മാറും, അല്ലെങ്കിൽ യോക്സാക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതൊക്കെ ഫോം ചെയ്യുന്നത് ആംനിയോൺ എന്ന് പറയുന്ന ലെയറിൽ നിന്നാണ്. അപ്പം ആംനിയോണ്, കൊറിയോണ്, അലൻഡോയ്സ്, ഈ 3 ഭാഗങ്ങളാണ്. ഇപ്പൊ നമ്മൾ പ്ലാസന്റെ ഫോം ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. അതിൽ ചില ഭാഗങ്ങൾ റുഡിമെന്ററി ആയിട്ട് നശിച്ചു പോകുന്നുണ്ട്. അത് കൃത്യമായിട്ട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നറിയാത്തതുകൊണ്ടാണ് അത് പറയാത്തത്. അപ്പം അതിനകത്ത് യുറാക്കസ് എന്നൊക്കെ പറഞ്ഞ് കുറെ സ്ട്രക്ചർ ആയിട്ട് പിന്നെ അത് മാറുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒന്നുമില്ല, അതിന്റെ ഇനീഷ്യൽ സ്റ്റേജ് ആദ്യം അങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതേ. കാരണം അത് അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുള്ളത് കൊണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കാര്യം പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ആ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ കൂടെ ഇവിടെ ക്ലിയർ ചെയ്തിരിക്കുകയാണ്. ഇൻഷാല്ലാ ഇനി ഡോക്ടറുടെ അല്ലെങ്കിൽ നമ്മുടെ ഖുർആൻ ആൻഡ് മോഡേൺ സയൻസിനെ പറ്റിയുള്ള പഠിതാക്കളുടെ അഭിപ്രായങ്ങൾ, ഇതുവരെ കേട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സെഷനാണ് ഇനി വരാനുള്ളത്. അപ്പോൾ നമ്മുടെ ഡോക്ടർ മുനവർ സാറ് കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജനും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം നടത്തിയ ഈ ഒരു സെഷൻ നമുക്കെല്ലാവർക്കും തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലേക്ക് അകക്കാമ്പ് അല്ലെങ്കിൽ വെളിച്ചമിട്ട് തരുന്ന രൂപത്തിലുള്ള സെഷൻ തന്നെയായിരുന്നു. അപ്പോൾ ആ രൂപത്തിൽ കൂടുതൽ പഠിക്കാനും നമ്മളെ തന്നെ കൂടുതൽ അറിയാനും അള്ളാഹുവിനെ കൂടുതൽ മഹത്വം മനസ്സിലാക്കാനും മുനവർ സാറിൻ്റെ ആ സെഷൻ നമുക്ക് ഉൾവെളിച്ചമേകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് ഫോക്കസ്ഡ് ആയിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇൻഷാല്ലാ നമ്മളിനി സെഷൻ ഈ ഒരു ഇത്രയും ദിവസത്തെ ഖുർആൻ ആൻഡ് ആധുനിക ശാസ്ത്രം എന്ന വിഷയത്തിൽ നമ്മൾ സംഘടിപ്പിച്ച ധാരാളം വിഷയങ്ങൾ, ആ വിഷയങ്ങളെ പറ്റിയുള്ള അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെയാണ്. ഇനി ഡോക്ടർ സാറിന് സമയമായിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് ആവാവുന്നതാണ്. ഇതുവരെയും ഞങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തന്നതിന് 1000 നന്ദി അറിയിക്കുന്നു. ശുക്രൻ ജസീലൻ, ജസാഖല്ലാഹു ഖൈറൻ. മനു സാറേ, അപ്പൊ ഞാൻ ഇറങ്ങാണ്. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, തീർച്ചയായിട്ടും.